നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 100 ദിവസത്തെ ഭരണം മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്താണ്? എന്തെങ്കിലും വികസനം ഉണ്ടായോ? അത് ഇല്ലെന്ന് തന്നെ പറയാം. മോദി സർക്കാരിന്റെ മൂന്നാം ടൈമിന്റെ ആദ്യ 100 ദിവസത്തെ റിപ്പോർട്ട് കാർഡ് നൽകാൻ നിരവധി കേന്ദ്രമന്ത്രിമാർക്ക് ദേശീയ തലസ്ഥാനത്തെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തു കാര്യം? ഒരു കാര്യവുമില്ല എന്ന് തന്നെ പറയാം. 100 ദിവസം പോലും പ്രധാനമന്ത്രി കസേരയിലിരിക്കാൻ സാധിക്കാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രിമാർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വെറും ഡമ്മികൾ മാത്രമാവുകയാണ് കേന്ദ്രമന്ത്രിമാർ. അധികാരമേറ്റ് 100 ദിവസം തികയുമ്പോൾ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങൾ പോലും നടത്താനാകില്ല എന്ന ഗത്യന്തരമില്ലായ്മയാണ് മോഡി സർക്കാർ. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ പാർട്ടിയിലെ മുതിർന്ന നേതാവും മന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന. പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് ജനാധിപത്യത്തിൽ സ്വാഗതാർഹമെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. കഴിഞ്ഞ 2 തവണകളിലെ 100 ദിന പദ്ധതികളിൽ ഏകപക്ഷീയങ്ങളായെങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2024 തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് സമ്മാനിച്ചത്. സഖ്യകക്ഷി ഭരണത്തിൽ കൂട്ടുത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണകൂടം ദിശാബോധമില്ലാതെ നീങ്ങുന്ന ദയനീയമായ ചിത്രമാണ് ദൃശ്യമാകുന്നത്. കഴിഞ്ഞ 1 ദശാബ്ദകാലത്തെ ഭരണപരാജയം അംഗീകരിക്കുന്ന ബഡ്ജറ്റാണ് സർക്കാർ ഇത്തവണ അവതരിപ്പിച്ചത്. എന്നിട്ട് അതിലെ വിപ്ലവകരമായി BJP പറയുന്ന പരിഷ്കാരങ്ങളൊന്നും നടപ്പാക്കിയില്ല. തൊഴിലില്ലായ്മ പ്രതിസന്ധിക്ക് പരിഹാരമായി കോർപ്പറേറ്റുകൾക്കുള്ള തൊഴിലില്ലായ്മ ഇൻസെന്റീവുകളും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളും ഉൾപ്പെടെ 5 പദ്ധതികൾ പാക്കേജ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ 2 ആശയങ്ങളും കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്നും കടമെടുത്തതാണെങ്കിലും പ്രഖ്യാപനം കഴിഞ്ഞ് 1 മാസത്തിലേറെയായിട്ടും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. ഭക്ഷ്യസുരക്ഷയും കർഷകക്ഷേമവും പ്രസംഗിച്ചുകൊണ്ട് ഭക്ഷ്യവളം സബ്സിഡി കുറച്ചു. ഗ്രാമീണ നഗര തൊഴിലില്ലായ്മ ഉയരുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വീണ്ടും വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. PM കിസാന് വിഹിതം വർദ്ധിപ്പിച്ചതും ഇല്ല. പൊതുക്ഷേമം ഉപേക്ഷിച്ച് അതിസമ്പന്നന്മാർക്ക് അനുകൂലമായ സാമ്പത്തിക മാതൃക തന്നെയാണ് സർക്കാരിന്റെ നയതുടർച്ച എന്ന് ഈ പിന്നിടുന്ന 100 ദിനം വിളിച്ചു പറയുന്നു. 2024 ഏപ്രിൽ 19 ജൂൺ 1 വരെയാണ് 7 ഘട്ടങ്ങളിലായാണ് 18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ജൂൺ 4 ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയുടെ നേതാവ് നരേന്ദ്രമോദി 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് തന്നെ, അതായത് 2024 മാർച്ച് 17 അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാർക്ക് മോഡി നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ഒന്നും നടന്നില്ല. ആ ചർച്ചയുടെ ഫയലുകൾ ഇന്നും തുറന്നു തന്നെയിരിക്കുന്നു. സെക്രട്ടറിമാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികളും ചർച്ച ചെയ്യാനായിരുന്നു മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയത്. അവിടെയും അവസാനിച്ചില്ല. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ഫലം വന്നപ്പോൾ BJP നേടിയത് കേവലം 240 സീറ്റുകളാണ്. JDUവും തെലുങ്കുദേശവും പാർട്ടികളും ആശ്രയിച്ച് 293 സീറ്റുകളുടെ അധികാരത്തിലേറിയ 3ാം മോഡി സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്ത് അവശേഷിക്കുന്നത് ശൂന്യത മാത്രം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വർദ്ധിച്ച വർഗീയ സംഘർഷങ്ങളും ന്യൂനപക്ഷ വേട്ടയാടലും വ്യാജ ഏറ്റുമുട്ടലും കൊലകളും ബുൾഡോസർ രാജയും ശക്തി പ്രാപിച്ചു എന്നല്ലാതെ പൊതുസമൂഹത്തിന് ഗുണകരമായ ഒന്നും നടപ്പായില്ല എന്നതാണ് സത്യം.